ഇന്ന് നമുക്കൊരു പഞ്ചവർണ്ണക്കിളിയുടെ കഥ കേൾക്കാം. പണ്ട് 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 തിമ്മൻ എന്നു പേരായ ഒരു വേടനുണ്ടായിരുന്നു. ഈ വേടന് പക്ഷികളെ പിടുത്തമായിരുന്നു ജോലി. അയാൾ കാട്ടിൽ പോയി മരങ്ങളിൽ നിന്ന് കെണി വെച്ച് ഭംഗിയുള്ള പക്ഷികളെ പിടിക്കും. പ്രത്യേകിച്ചും തത്ത, മൈന തുടങ്ങിയ പക്ഷികളെ പിടിച്ചിട്ട് ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇയാളുടെ വലയിൽ ഒരു തത്ത കുടുങ്ങി. സാധാരണ തത്തയെ കിട്ടുന്നതിലേക്ക് വലിയ സന്തോഷമാണ്. കാരണം ആൾക്കാർക്ക് തത്തയെ വളർത്താൻ ഇഷ്ടമാണ്. തത്തയ്ക്ക് നല്ല വില കിട്ടും. അതുകൊണ്ട് തത്തയെ കിട്ടിയതും അയാൾ തൻ്റെ കെണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷേ പെട്ടെന്ന് ഈ തത്ത സംസാരിക്കാൻ തുടങ്ങി. തത്ത പറഞ്ഞു, എന്നെ വിടണേ സുഹൃത്തേ. അപ്പോൾ അയാൾ പറഞ്ഞു, ആഹാ കൊള്ളാമല്ലോ, നീ സംസാരിക്കുന്ന തത്തയാണല്ലോ, നിനക്ക് വില കൂടുതൽ കിട്ടും. സാധാരണ ആൾക്കാർ തത്തകളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയാണ് സംസാരിക്കാൻ പഠിപ്പിക്കുന്നത്. നീ ഇതാ ഇപ്പോഴേ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ തത്ത പറഞ്ഞു, നീ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഭാഗ്യം കൊണ്ടുതരാം. നീ വലിയ ഭാഗ്യവാനായി തീരും. ആദ്യം ഈ വേടനൊന്ന് ആലോചിച്ചു, വേണോ? പിന്നെ വിചാരിച്ചു എന്തായാലും ഒരു ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം, തത്ത പറഞ്ഞതല്ലേ. അങ്ങനെ ഇയാൾ ഈ തത്തയെ വെറുതെ വിട്ടു. ഈ തത്ത തൊട്ടടുത്തുള്ള ഒരു മരത്തിന് മുകളിലേക്ക് പറന്ന് ചെന്നിരുന്നിട്ട് പറഞ്ഞു, നീ കുറച്ച് നേരം കൂടെ കാത്തിരിക്കണം, നിൻ്റെ കെണി ഒരുക്കണം. അപ്പോൾ ഈ കെണിയിലേക്ക് നല്ല ഭംഗിയുള്ളൊരു പക്ഷി വരും. അത്തരം ഒന്നിനെ നീ ഇന്നേ വരെ കണ്ടിട്ടേ ഉണ്ടായിരിക്കില്ല. ആ പക്ഷി നീ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വിറ്റാൽ പോലും അവരെടുത്തോളും. നിനക്ക് നല്ല വിലയും കിട്ടും. എന്നെപ്പോലൊരു തത്തയെ വിൽക്കുന്നതിനേക്കാളും വില നിനക്ക് ആ പക്ഷിയെ വിറ്റാൽ കിട്ടും. അങ്ങനെ ഈ തത്തയുടെ വാക്ക് വിശ്വസിച്ച് ഈ വേടൻ വീണ്ടും വല വിരിച്ചു. ആ വലയ്ക്കുള്ളിൽ അയാൾ കുറേ പഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പക്ഷി പറന്നു വരുന്ന അയാൾ കണ്ടു. അത് വന്നാൽ ഈ പഴം കൊത്തി തിന്നാൻ വേണ്ടി വലയിൽ ഇരിക്കുകയും അതിൻ്റെ കാലുകൾ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അതിന് പറക്കാൻ പറ്റിയില്ല. വേടൻ ഓടിച്ചെന്ന് തൻ്റെ കൂടിനുള്ളിലേക്ക് ഈ പക്ഷിയെ പിടിച്ചിട്ടു. നോക്കിയപ്പോൾ അതൊരു പഞ്ചവർണ്ണ കിളിയാണ്. അതിൻ്റെ ചിറകുകൾക്ക് 5 നിറങ്ങളുണ്ട്. മാത്രമല്ല അത്ര ഭംഗിയുള്ളൊരു കിളി അയാൾ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അയാൾ വിചാരിച്ചു, തത്ത പറഞ്ഞ നേരാണല്ലോ, ഈ കിളിയെ കൊണ്ടുപോയി വിറ്റാൽ എനിക്ക് നല്ല വില കിട്ടും. രാജാവിന് പോലും ഇതിനെ ഇഷ്ടപ്പെടുമെന്നല്ലേ പറഞ്ഞു. എന്നാൽ പിന്നെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി കളയാം. അയാൾ അങ്ങനെ ഈ കിളിയെ ഒരു കൂട്ടിലാക്കി ഈ കൂടും കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. ആദ്യം അയാൾ രാജകൊട്ടാരത്തിൻ്റെ കവാടത്തിനടുത്തെത്തി അവിടുത്തെ കാവൽക്കാരോട് പറഞ്ഞു, ഞാനൊരു വേടനാണ്, രാജാവിനെ ഈ തത്തയെ കാഴ്ച വെക്കാൻ വന്നതാണ്. അപ്പോൾ ഈ തത്തയെ കണ്ടപ്പോഴേ ഈ കാവൽക്കാർക്കും ഇഷ്ടപ്പെട്ടു. അവർ വേഗം ഇയാളെ അകത്തേക്ക് കടത്തിവിട്ടു. രാജാവിന് പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഇയാൾ വീണ്ടും കൊട്ടാരത്തിൻ്റെ വാതിലിനടുത്തെത്തി. അവിടെയും 2 കാവൽക്കാരുണ്ടായിരുന്നു. അവരും ഈ തത്തയെ കണ്ടപ്പോൾ ഇയാളെ അകത്തേക്ക് കടത്തിവിട്ടു. അയാൾ ചെന്നത് ഒരു ഇടനാഴിയിലാണ്. ഇടനാഴിയിലൂടെ അയാൾ മുന്നോട്ടിങ്ങനെ നടന്നപ്പോൾ മന്ത്രി എതിരെ വന്നു. മന്ത്രിക്ക് ഈ വേടനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് അയാളുടെ വേഷവും ഭാവവും ഒന്നും ഈ മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ ദരിദ്രനായ ഒരു മുണ്ട് മാത്രം ഉടുത്ത, കഴുത്തിൽ കല്ലുമാലകളും ഒക്കെ ഇട്ട ഒരു വേടൻ. അയാളുടെ ദേഹത്തൊക്കെ കാട്ടിൽ മരത്തിലൊക്കെ കയറിയപ്പോൾ പറ്റിയ മുറിവുകളും അഴുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മന്ത്രി ചോദിച്ചു, നീ ആരെ, എങ്ങോട്ട് പോവാ? അപ്പോൾ തിമ്മൻ പറഞ്ഞു, ഞാൻ ദാ ഈ പക്ഷിയെ രാജാവിന് കാഴ്ച വെക്കാൻ വന്നതാണ്. ഞാനൊരു വേടനാണ്, എൻ്റെ പേര് തിമ്മൻ. അപ്പോൾ മന്ത്രി പറഞ്ഞു, വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഓടി വന്ന് കാണാനുള്ള ഒരാളല്ല രാജാവ്. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. നിനക്ക് ചുമ്മാ ഒരു കിളിയെ കിട്ടിയെന്നും പറഞ്ഞ് ഇങ്ങോട്ടൊന്നും വലിഞ്ഞു കയറി വരാൻ പറ്റില്ല. അപ്പോൾ തിമ്മൻ പറഞ്ഞു, ഞാൻ അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കാൻ തമ്പുരാനെ, എപ്പോഴാണ് എനിക്ക് രാജാവിനെ കാണാൻ പറ്റുക? മന്ത്രി പറഞ്ഞു, അങ്ങനെ രാജാവിനെ കാണാനൊന്നും പറ്റില്ല, വേഗം ഇവിടുന്ന് പൊക്കോണം. ഈ പക്ഷിയെ വല്ല ചന്തയിലും കൊണ്ടുപോയി വിൽക്കുക, രാജാവിനൊന്നുമല്ല ജോലി. ഇങ്ങനെ മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിലെ മുറിയിലൂടെ രാജാവ് ഇങ്ങനെ കടന്നുപോയി. രാജാവ് നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു കിളിക്കൂടും കൊണ്ട് നിൽക്കുന്നത് കണ്ടു. രാജാവ് കാവൽക്കാരോട് അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ തിമ്മനെ രാജാവ് അകത്തേക്ക് വിളിപ്പിച്ചു. മന്ത്രിയും കൂടെ ചെന്നു. രാജാവിനെ ഈ പക്ഷിയെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് ഈ പക്ഷിയെ വേണം, എനിക്കിതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് സംസാരിക്കുമോ? അപ്പോൾ വേടൻ പറഞ്ഞു, ഇല്ല തമ്പുരാനെ, ഇത് സംസാരിക്കില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഈ പഞ്ചവർണ്ണ കിളിയെ വാങ്ങാം, എനിക്കിതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് സംസാരിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തായാലും ഇത്ര ഭംഗിയുള്ളൊരു പക്ഷിയെ പിടിക്കാൻ കഴിവുള്ള നിനക്ക് എന്നെ സംസാരിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് നീ ഇതിനെ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇതിനെ പാലും പഴവും ഒക്കെ കൊടുത്ത് വളർത്തി ഇതിനെ സംസാരിക്കാനും കൂടെ പരിശീലിപ്പിക്കണം. ഞാൻ നിനക്ക് അതിനുള്ള പ്രതിഫലം തന്നോളാം. എന്നിട്ട് രാജാവ് മന്ത്രിയോട് വിളിച്ചിട്ട് ഇയാൾക്ക് ഒരു കിഴി സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. കാരണം കുറച്ചു കാലം രാജാവിൻ്റെ പക്ഷിയെ നോക്കാനുള്ള ആളാണ്. അങ്ങനെ കുറച്ച് സ്വർണ്ണ നാണയങ്ങളുമായിട്ട് ഈ വേടൻ ഈ പക്ഷിക്കൂടും എടുത്ത് തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഇയാൾ ഇതിനെ സംസാരിക്കാൻ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഈ തിമ്മൻ പോകുന്നതിന് മുമ്പ് രാജാവ് പറഞ്ഞായിരുന്നു, എപ്പോൾ വേണമെങ്കിലും രാജാവിനെ വന്ന് കാണാനുള്ള അനുവാദം ഈ തിമ്മനുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ ഈ മന്ത്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജാവ് സാധാരണക്കാരോട് അങ്ങനെ അടുത്തിടപഴകുന്നത് നല്ലതല്ല എന്നായിരുന്നു ഈ മന്ത്രിയുടെ വിശ്വാസം. തിമ്മനെ പോലെ ഒരു വേടൻ രാജാവിനെ കാണാൻ വരിക എന്നത് വളരെ അപമാനകരമായിട്ട് ഈ മന്ത്രിക്ക് തോന്നി. പക്ഷേ തിമ്മൻ ഇടയ്ക്കിടയ്ക്ക് രാജാവിനെ ഈ പക്ഷിയുമായിട്ട് കാണാൻ വരികയും അയാൾ പഠിപ്പിച്ച ചെറിയ ചെറിയ വാക്കുകൾ പക്ഷിയെ കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവർ തമ്മിലൊരു സൗഹൃദമുണ്ടായി, രാജാവും വേടനും തമ്മിൽ. ഇത് മന്ത്രിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല.
എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കകം പക്ഷി നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുകയും തിമ്മൻ പക്ഷിയെ രാജാവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തിമ്മൻ്റെ കയ്യിലുണ്ടായിരുന്ന കിളിക്കൂട് പഴയ ഒരു മരത്തടി കൊണ്ടുള്ള കൂടായിരുന്നു. രാജാവ് അത് മാറ്റിയിട്ട് നല്ലൊരു സ്വർണ്ണക്കൂടുണ്ടാക്കി ഈ പഞ്ചവർണ്ണ കിളിയെ ഈ കൂടിനുള്ളിൽ ഇട്ടു. ആ കൂടിനുള്ളിൽ അതിന് പാലും പഴമൊക്കെ കൊടുക്കാൻ ഒരു ജോലിക്കാരനെ നിയമിച്ചു. മാത്രമല്ല ഈ പഞ്ചവർണ്ണക്കിളി നന്നായിട്ട് രാജാവിനോട് സംസാരിക്കാനും തുടങ്ങി. തിമ്മൻ തിരിച്ചുപോയി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് രാജാവുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് തിമ്മൻ രാജകൊട്ടാരത്തിൽ വരികയും രാജാവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ മന്ത്രിക്ക് ആകപ്പാടെ ഇത് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും തിമ്മനെ രാജാവിൽ നിന്ന് അകറ്റണം എന്ന് മന്ത്രി വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം മന്ത്രി ചെന്ന് രാജാവിനെ കണ്ടുവന്നിട്ട് ചോദിച്ചു, തമ്പുരാനെ, അങ്ങയുടെ പഞ്ചവർണ്ണക്കിളിയെ പറ്റി എല്ലാവരും സംസാരമാണ്. നാട്ടിലെല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കിളിയാണ്. അത് നമ്മുടെ കൊട്ടാരത്തിനൊരു ഐശ്വര്യം തന്നെയാണ്. രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മന്ത്രി. ആ പക്ഷിയുടെ സംസാരം കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. സമയം പോകുന്ന അറിയുന്നതേ ഇല്ല. അപ്പോൾ മന്ത്രി പറഞ്ഞു, പക്ഷേ മഹാരാജാവേ, ഇതിനെ ഇങ്ങനെയുള്ളൊരു കൂട്ടിലാണോ ഇടേണ്ടത്? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത്ര മനോഹരിയായ ഒരു കിളിക്ക് സ്വർണ്ണക്കൂടല്ലാതെ മറ്റെന്ത് കൂടാൻ ഞാൻ നിർമ്മിക്കേണ്ടത്? മന്ത്രി പറഞ്ഞു, പല രാജകൊട്ടാരങ്ങളിലും സ്വർണ്ണക്കൂടുകളുണ്ട്. അതിൽ ഭംഗിയുള്ള പക്ഷികളുമുണ്ട്. പക്ഷേ ഇതുപോലൊരു പക്ഷി മറ്റൊരു രാജ്യത്തും ഇല്ല. അതുകൊണ്ട് വെറും ഒരു സ്വർണ്ണക്കൂട്ടിലല്ല ഈ കിളിയെ ഇടേണ്ടത്. ഇതിനെ ഒരു മണ്ഡപം ഉണ്ടാക്കണം. നല്ല ആനക്കൊമ്പ് കൊണ്ടുള്ളൊരു മണ്ഡപം. അതിനുള്ളിൽ വേണം താമസിപ്പിക്കാൻ. അപ്പോൾ രാജാവ് പറഞ്ഞു, ആനക്കൊമ്പ് കൊണ്ട് മണ്ഡപം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ആനക്കൊമ്പ് വേണ്ടേ? 1, 2, 3 നമുക്ക് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. പക്ഷേ അത്രയധികം ആനക്കൊമ്പ് എങ്ങനെ സംഘടിപ്പിക്കും? മന്ത്രി പറഞ്ഞു, അതിനാണോ വിഷമം? അങ്ങയുടെ സുഹൃത്തുണ്ടല്ലോ തിമ്മൻ, അവൻ വലിയ വേടനില്ലേ? അവന് കാട് നന്നായിട്ട് അറിയാം. അവനോട് പറഞ്ഞാൽ അവൻ ആനക്കൊമ്പ് കൊണ്ടുവന്ന് തന്നോളൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മന്ത്രി ഇപ്പോൾ തന്നെ തിമ്മനെ വിളിച്ച് കാര്യം പറയൂ. വേഗം ആനക്കൊമ്പ് കൊണ്ടുവരാൻ പറയൂ. അങ്ങനെ മന്ത്രി തിമ്മനെ വിളിപ്പിച്ചു. തിമ്മൻ മന്ത്രിയെ വന്ന് കണ്ടു. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവിൻ്റെ പഞ്ചവർണ്ണ കിളിക്ക് സ്വർണ്ണക്കൂട് പോരാ എന്നാണ് തീരുമാനം. അതിന് ആനക്കൊമ്പ് കൊണ്ടുള്ളൊരു വലിയൊരു മണ്ഡപം പണിയാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി ആനക്കൊമ്പ് കൊണ്ട് തരണം. ഇത് കേട്ടപ്പോൾ തിമ്മൻ ആകെ വിഷമിച്ചു പോയി. 1, 2, 3, 4 വേണമെങ്കിൽ സംഘടിപ്പിക്കാം. പക്ഷേ ഒരു വണ്ടി നിറയെ ആനക്കൊമ്പ് എന്ന് പറഞ്ഞാൽ താൻ എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ മന്ത്രി പറഞ്ഞു, നീ ആലോചിക്കുകയൊന്നും വേണ്ട. നിനക്ക് ഞാൻ 2 ആഴ്ച സമയം തരാം. ആ 2 ആഴ്ച സമയത്തിനകം നീ ഇത്രയധികം ആനക്കൊമ്പ് ഉണ്ടെന്നില്ലെങ്കിൽ നിൻ്റെ തല ഞാൻ വെട്ടും. ഈ സംസാരം തിമ്മന് വലിയ വിഷമം ഉണ്ടാക്കി. തിമ്മൻ വളരെ ദുഃഖത്തോടെ കാട്ടിലേക്ക് പോയി. കാട്ടിൽ ഒരു മരച്ചുവട്ടിൽ പോയിരുന്നു. എങ്ങനെ ആനയെ പിടിക്കും, എങ്ങനെ ആനക്കൊമ്പ് എടുക്കും എന്നാലോചിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് പക്ഷികളെ കെണി വെച്ച് പിടിക്കാൻ അറിയാം, പക്ഷേ ആനയ്ക്ക് കെണി ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. മാത്രമല്ല ഒരു വണ്ടി കൊമ്പിന് അയാൾ എത്ര ആനകളെ പിടിക്കേണ്ടി വരും? അയാൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. പഴയ തത്തയാണ്. എന്താ ചങ്ങാതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? തിമ്മൻ പറഞ്ഞു, എന്ത് പറയാനാ തത്തേ, ഞാൻ ആകെ വിഷമത്തിലായിപ്പോയി. എനിക്ക് ഒരു വണ്ടി ആനക്കൊമ്പ് വേണം, പക്ഷെ ഞാൻ എവിടുന്ന് കൊണ്ടുവരും? തത്ത പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം. ഒരു കാര്യം ചെയ്യേ, നീ നേരെ കിഴക്കോട്ട് നടന്നു. നീ മുന്നോട്ട് പോകും തോറും കാട് കൂടുതൽ നിബിഡമായിട്ട് വരും. നല്ല കൊടുങ്കാടാണ് അവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കരയിലാണ് ഈ കാട്ടിലെ ആനകൾ മുഴുവൻ വെള്ളം കുടിക്കാൻ വരുന്നത്. നീ അവിടെ ചെന്നിരിക്കെ. അപ്പോൾ ആനക്കൂട്ടം വരും. അവരോട് നീ ചോദിക്ക്, അവരെന്തെങ്കിലും ഒരു സഹായം നിനക്ക് ചെയ്തു തരാം. അവർ വളരെ നല്ലവരാണ്. അങ്ങനെ തിമ്മൻ നേരെ കിഴക്കോട്ട് നടന്ന് ഘോര വനത്തിനുള്ളിലെത്തി. അവിടെ വലിയൊരു തടാകമുണ്ടായിരുന്നു. തടാകത്തിൻ്റെ കരയിൽ തിമ്മൻ ആനകളെ കാത്തിരുന്നു. അങ്ങനെ വൈകുന്നേരം ആകാറായപ്പോഴേക്കും ഒരു പറ്റ ആനകൾ അങ്ങോട്ട് നടന്നു വന്നു. അവയെല്ലാം കൂടി വെള്ളത്തിലിറങ്ങി കുളിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി. തിമ്മൻ ആനകളെ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ നല്ല പ്രായമുള്ള ഒരു ആനയെ കണ്ടു. ഈ ആനയായിരിക്കും ആനകളുടെ രാജാവ് എന്ന് തിമ്മന് തോന്നി. തിമ്മൻ കുറേ നേരം കാത്തിരുന്നിട്ട് ആനകളെല്ലാം കരയിൽ കയറിയപ്പോൾ ഈ ഏറ്റവും പിന്നാലെ കയറി വന്ന് ഈ പ്രായമുള്ള ആനയുടെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ കാൽക്കൽ കുമ്പിട്ട് വീണു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, എന്നെ ഒന്ന് സഹായിക്കണം. ആന ചോദിച്ചു, എന്താ നിനക്ക് സഹായം വേണ്ടത്? പറഞ്ഞോളൂ. തിമ്മൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ആനക്കൊമ്പുകൾ വേണം. എന്നോടൊരു തത്തയാണ് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത്. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ സാധിച്ചു തരും എന്ന് ആ തത്ത പറഞ്ഞു. അപ്പോൾ ആനകളുടെ രാജാവ് പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, പക്ഷെ നീ എനിക്കും പകരം ഒരു സഹായം ചെയ്തു തരണം. തിമ്മൻ ചോദിച്ചു, ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? ആനകളുടെ രാജാവ് പറഞ്ഞു, ഈ കാട്ടിൽ വലിയൊരു സിംഹം താമസിക്കുന്നുണ്ട്. ഈ സിംഹത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ ശല്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വന്ന് ആക്രമിക്കും. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. നിങ്ങൾ മനുഷ്യർക്ക് വലിയ ബുദ്ധിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ച് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ആവശ്യം ഞാൻ പരിഗണിക്കാം. തിമ്മന് ആകെ ധർമ്മസങ്കടത്തിലായി. ആനക്കൊമ്പെടുക്കുന്നതിനേക്കാളും വിഷമമുള്ള കാര്യമാണ് ഒരു സിംഹത്തിനെ പേടിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സിംഹത്തിനെ ഓടിക്കുക എന്നുള്ളത്. എന്ത് ചെയ്യും എന്നറിയാതെ തിമ്മൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. 2 ആഴ്ചക്കകം ആനക്കൊമ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ മന്ത്രി തന്നെ തല വെട്ടും. അങ്ങനെ തിമ്മൻ വിഷമിച്ചിരിക്കുമ്പോൾ തിമ്മന് വല്ലാത്ത ദാഹം തോന്നി.
എന്നാൽ ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് കരുതി അയാൾ ആ തടാകത്തിൻ്റെ കരയിലേക്ക് ചെന്നപ്പോൾ അവിടെ തൻ്റെ പ്രതിബിംബം കണ്ടു വെള്ളത്തിൽ. അപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അയാൾ ഉടൻ തന്നെ നാട്ടിലേക്ക് പോയി ചന്തയിൽ ചെന്നിട്ട് വലിയ 2 കണ്ണാടികൾ വാങ്ങി, വലിയ നിലക്കണ്ണാടികൾ. എന്നിട്ട് അതൊരു വലിയ പൊതിയിലാക്കി തലയിൽ വെച്ച് ചുമന്ന് കാട്ടിലേക്ക് കൊണ്ടുവന്നു. കാട്ടിൽ ഈ തടാകത്തിൻ്റെ കരയിൽ മുഖാമുഖം നിൽക്കുന്ന 2 പാറക്കല്ലുകളുണ്ടായിരുന്നു. അവയിൽ ഈ തിമ്മൻ കൊണ്ടുവന്ന് ഈ കണ്ണാടികൾ ചാരി വെച്ചു. പരസ്പരം മുഖം നോക്കി നിൽക്കുന്ന വിധത്തിലാണ് ഈ കണ്ണാടികൾ ചാരി വെച്ചത്. എന്നിട്ട് കുറച്ച് അപ്പുറത്ത് മാറി പുൽത്തകടിയിൽ മലർന്ന് കിടന്ന ഒരു മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ സിംഹം ആ വഴി വന്നു. അപ്പോൾ ആരോ പാട്ട് പാടുന്നത് കേട്ടു. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിംഹം വന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ. സിംഹം അലറിക്കൊണ്ട് തിമ്മന് നേരെ പാഞ്ഞു വന്നു. പക്ഷെ തിമ്മൻ അനങ്ങിയതേയില്ല. പേടിക്കാതെ സിംഹത്തിനെ നോക്കി നിന്നു. അപ്പോൾ സിംഹം ചോദിച്ചു, നിനക്കെന്താ പേടിയില്ലേ? സാധാരണ മനുഷ്യൻ എന്നെ കാണുമ്പോൾ ഓടുന്നതാണല്ലോ. തിമ്മൻ പറഞ്ഞു, ഞാനെന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്നെ പിടിക്കാൻ വന്നതല്ലേ. ഞാൻ വലിയൊരു സിംഹപ്പിടുത്തക്കാരനാണ്. ഒരുപാട് സിംഹങ്ങളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ച സിംഹങ്ങളെ മുഴുവൻ ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിലൊരാളും കൂടെ കൂടി എന്നല്ലേ ഉള്ളൂ. നിന്നെ ഞാനിപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. അപ്പോൾ സിംഹം ചോദിച്ചു, നീ സിംഹം പിടുത്തക്കാരനോ? നിന്നെ കണ്ടാൽ ഒരു ചെറിയ മനുഷ്യനാണല്ലോ, നീ എങ്ങനെ സിംഹത്തിനെ പിടിക്കും? അപ്പോൾ തിമ്മൻ ചോദിച്ചതാ, ഇങ്ങോട്ട് വാ, നോക്ക്, ഞാൻ പിടിച്ച സിംഹങ്ങളെ കാണ്. സിംഹം ചെന്ന് നോക്കി. കണ്ണാടിക്കുള്ളിലേക്കാണ് നോക്കിയത്. അപ്പോൾ മുഖാമുഖം നോക്കി നിൽക്കുന്ന കണ്ണാടികളിൽ ഒരുപാട് സിംഹങ്ങളെ അത് കണ്ടു. പിന്നിലേക്ക് 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 സിംഹങ്ങൾ തന്നെ സിംഹങ്ങൾ. ഇത് തൻ്റെ തന്നെ പ്രതിബിംബമാണ് എന്ന് ഈ സിംഹത്തിന് മനസ്സിലായില്ല. സിംഹം പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇനി മേലിൽ ഈ വഴി വരില്ല എന്ന് പോകുന്ന വഴി സിംഹം വിളിച്ച് പറഞ്ഞു. തിമ്മൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാണ് സിംഹം ഓടുന്നത്. ഇത് കണ്ട് തിമ്മൻ പൊട്ടി പൊട്ടി ചിരിച്ചു. സിംഹം ഓടിപ്പോകുന്നത് ആനകൾ കണ്ടു. ആനകൾ തിരിച്ചു വന്നു. അവർ പറഞ്ഞു, ഈ സിംഹം ഒരുപാട് ആനകളെ കൊന്നു തിന്നിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ആനകൾ അല്ലാതെ രോഗമൊക്കെ വന്ന് ചത്തുപോയിട്ടുമുണ്ട്. ഇങ്ങനെ ചത്തുപോയ ആനകളുടെ എല്ലാം എല്ലുകൾ ഞങ്ങളൊരു ഗുഹയ്ക്കകത്തിലിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിനക്ക് ആവശ്യമുള്ള അത്രയും ആനക്കൊമ്പുകൾ നീ പെറുക്കിയെടുത്തു. അങ്ങനെ തിമ്മൻ ആ ഗുഹയിൽ ചെന്ന് ആനക്കൊമ്പുകളെല്ലാം പെറുക്കി അടുക്കി കെട്ടിവെച്ചു. അത് 1 വണ്ടിയല്ല, 2 വണ്ടിയല്ല, 3-4 വണ്ടി നിറയ്ക്കാനുള്ള ആനക്കൊമ്പുകളുണ്ടായിരുന്നു. ഇനി തിമ്മൻ്റെ പ്രശ്നം, ഈ ആനക്കൊമ്പുകൾ അങ്ങനെ നാട്ടിലെത്തിക്കും? ഇത്ര വലിയ കാട്ടിലേക്ക് വണ്ടി വലിച്ചുകൊണ്ട് വരുന്നതൊക്കെ വലിയ പ്രയാസമാണ്. 2 കണ്ണാടി എടുത്തുകൊണ്ട് വന്നതിൻ്റെ പാട് തിമ്മനറിയാം. അപ്പോൾ ആനകൾ പറഞ്ഞു, നീ ആ കാര്യം ഓർത്ത് വിഷമിക്കുകയേ വേണ്ട, ഞങ്ങൾ അവിടെ എത്തിച്ചു തരാം. അങ്ങനെ തിമ്മൻ ആനകളുടെ രാജാവിൻ്റെ പുറത്ത് ഒരു കെട്ട് കൊമ്പുമായിട്ട് കയറി. പിന്നാലെ 3-4 ആനകൾ ഓരോ കെട്ട് കൊമ്പും തലയിൽ വെച്ച് വന്നു. അതിന് പിന്നാലെ മറ്റ് ചില ആനകൾ അവർക്ക് കാവലിന് വന്നു. അങ്ങനെ വലിയൊരു ആനക്കൂട്ടവുമായിട്ട് കുറേ ആനക്കൊമ്പുകളും കൊണ്ട് തിമ്മൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത് രാജാവിനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. തിമ്മൻ നല്ല മിടുക്കനായ ഒരാളാണ് എന്ന് രാജാവിന് ഉറപ്പായി. പക്ഷെ മന്ത്രിക്ക് ഇതിൽ പരം ഒരു സങ്കടമില്ല. അയാൾക്ക് വല്ലാത്ത അസൂയ തോന്നി. ആനക്കൊമ്പുകളൊക്കെ രാജകൊട്ടാരത്തിനെ മുറ്റത്തിറക്കി വെച്ചിട്ട് തിമ്മൻ ആനകളെ തിരിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ രാജാവ് തൻ്റെ പണിക്കാരെ കൊണ്ട് തൻ്റെ തത്തയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു മണ്ഡപം തന്നെ ഉണ്ടാക്കി ആനക്കൊമ്പുകൊണ്ട്. തിമ്മനെ തൻ്റെ കൊട്ടാരത്തിലെ ആനകളെ നോക്കുന്ന പാപ്പാന്മാരുടെ നേതാവായിട്ട് രാജാവ് നിയമിക്കുകയും ചെയ്തു. തിമ്മന് സാധാരണയിലും കൂടുതൽ പണം കിട്ടിത്തുടങ്ങി. അയാൾ നല്ലൊരു വീടൊക്കെ വെച്ചു. അവിടെ താമസവും ആരംഭിച്ചു. നേരത്തെ അയാൾ കാടിനോട് ചേർന്നൊരു കുടിലായിരുന്നു താമസിക്കുന്നത്. ഇപ്പോൾ രാജകൊട്ടാരത്തിൽ ജോലിയൊക്കെ ആയതോടെ അയാൾക്ക് കുറച്ചുകൂടെ മാന്യമായൊരു ജീവിതം കിട്ടി. ഇത് മന്ത്രിക്ക് കൂടുതൽ അസൂയ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും തിമ്മനെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ വേണ്ട വിദ്യകൾ മന്ത്രി ആലോചിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്ത് മന്ത്രി വീണ്ടും എത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ സുഹൃത്ത് തിമ്മൻ വളരെ മിടുക്കനാണല്ലോ, എത്രയധികം ആനകളെ അയാൾ കൊണ്ടുവന്നത്. രാജാവ് പറഞ്ഞു, ശരിയാ, ഞാൻ തിമ്മനെ പറ്റി ഇത്രയൊന്നും വിചാരിച്ചില്ല. തിമ്മനൊരു വലിയ മിടുക്കനാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പഞ്ചവർണ്ണ തത്തയെ കൊണ്ടൊന്ന് പാടിക്കാനും കൂടെ പറ. അത് പാടുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പോൾ രാജാവ് വിചാരിച്ച്, നേരാണല്ലോ, തനിക്ക് പഞ്ചവർണ്ണ തത്തയുണ്ട്, നേര് തന്നെ. അത് ആനക്കൊമ്പുകൊണ്ടുള്ള കൂട്ടിലാണ്, നേര് തന്നെ. പക്ഷെ തത്ത പാടുന്നില്ല, അത് സംസാരിക്കുമെന്നേ ഉള്ളൂ, പാടുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ടൊന്ന് പാടിക്കണമല്ലോ. രാജാവ് ഉടൻ തന്നെ തിമ്മനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തിമ്മ, ഈ പക്ഷിയെ ഒന്ന് പാടിക്കണമല്ലോ. തിമ്മൻ ചോദിച്ചു, അയ്യോ തമ്പുരാനെ, അതിന് ഞാൻ എന്ത് ചെയ്യും, അത് പാടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അടുത്തുണ്ടായിരുന്ന മന്ത്രി പറഞ്ഞു, ഇതിന് ഒരു യജമാനനുണ്ടായിരുന്നിരിക്കും, ആ യജമാനെ കണ്ടാൽ അത് പാട്ട് പാടുമായിരിക്കും. ഇതിപ്പോൾ രാജാവിന് നീ കൊണ്ട് കൊടുത്തല്ലേ, ഇതിന് മുമ്പ് അതെവിടെ ആയിരുന്നോ അവിടുന്ന് അതിൻ്റെ യജമാനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി. തിമ്മൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരാളെ അറിഞ്ഞുകൂടാ, ഞാൻ കാട്ടിൽ നിന്ന് അതിനെ കെണി വെച്ച് പിടിച്ചതാണ്. മന്ത്രി പറഞ്ഞു, എന്തായാലും കാട്ടിൽ നിന്നല്ലേ പിടിച്ചത്, കാട്ടിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട്ടിൽ നിന്നായിരിക്കും അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. നീ പോയി അതിൻ്റെ യജമാനെ കൊണ്ടുവാ, പഴയ യജമാനെ. തിമ്മൻ വളരെ വിഷമിച്ച് കാട്ടിലേക്ക് പോയി തൻ്റെ കൂട്ടുകാരനായ തത്തയെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞു.
അപ്പോൾ തത്ത പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വാ, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. അങ്ങനെ തത്ത മുന്നേ പറഞ്ഞു, തിമ്മൻ പിന്നാലെ ചെന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഈ കാടിനുള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ എത്തിച്ചേർന്നു. അവിടെ ഒരു മരം കൊണ്ടുള്ള കുതിരയുണ്ട്. തത്ത തിമ്മനോട് പറഞ്ഞു, താ നോക്ക്, ഇതൊരു പറക്കും കുതിരയാണ്. നീ ഈ കുതിരയുടെ പുറത്ത് കയറിയിരിക്കണം. എൻ്റെ കൊമ്പ് കണ്ടോ? ഈ കൊമ്പ് വശങ്ങളിലേക്ക് തിരിക്കുന്ന അനുസരിച്ച് നിനക്ക് എൻ്റെ ഗതി നിയന്ത്രിക്കാൻ പറ്റും. ഇതിൻ്റെ വയറിന് 2 വശവുമായിട്ട് 2 കമ്പുകൾ നീണ്ടു നിൽക്കുന്നത് കണ്ടോ? അതിൽ ചവിട്ടി ഇതിനെ നിനക്ക് പറത്താനും പറ്റും. അങ്ങനെ നീ ഈ കുതിരപ്പുറത്ത് കയറി പറക്കണം. പറന്ന് നീ പടിഞ്ഞാറേക്ക് പോകണം. പടിഞ്ഞാറ് പോകുമ്പോൾ കടൽ കാണും. ആ കടലിനക്കരെ നിനക്കൊരു ദ്വീപ് കാണാൻ പറ്റും. ആ ദ്വീപിൽ ചെന്നാൽ നിനക്ക് പഞ്ചവർണ്ണ തത്തയുടെ ഉടമയെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ തിമ്മൻ ആ കുതിരപ്പുറത്ത് കയറി അതിൻ്റെ വശങ്ങളിൽ നീണ്ടു നിന്നിരുന്ന 2 കമ്പുകളിൽ ചവിട്ടി അതിനെ പറത്തി അതിൻ്റെ കൊമ്പിൻ്റെ 2 വശവും ഉണ്ടായിരുന്ന പിടികളിൽ പിടിച്ച് അതിൻ്റെ ഗതി നിയന്ത്രിച്ച് പടിഞ്ഞാറേക്ക് യാത്ര ചെയ്തു. കുറേ ദൂരം പറന്നു. അങ്ങനെ പറന്ന് വളരെ മനോഹരമായൊരു ദ്വീപിലെത്തി. ആ ദ്വീപിലേക്ക് പറക്കും കുതിരപ്പുറത്ത് ഒരാൾ വരുന്നത് ആ ദ്വീപിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. കൗതുകം തോന്നി അവരെല്ലാവരും കുതിരയെ കാണാൻ വേണ്ടി ഓടി വന്നു. അവർക്കെല്ലാവർക്കും ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. പലരെയും തിമ്മൻ ആ കുതിരപ്പുറത്തിരുത്തി അവിടേക്ക് ഒന്ന് കറക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജകുമാരിക്ക് ഇതിനെ കണ്ടാൽ വളരെയധികം ഇഷ്ടമായിരിക്കും. രാജകുമാരിക്ക് ഒരു പഞ്ചവർണ്ണ തത്തയുണ്ടായിരുന്നു. അതിനെ കാണാതായതിനു ശേഷം അവർക്ക് വലിയ ദുഃഖമാണ്. നീ ഈ കുതിരയും കൊണ്ട് അങ്ങോട്ടൊന്ന് ചെല്ല്, രാജകുമാരിക്ക് സന്തോഷമായാലോ. അങ്ങനെ ഈ തിമ്മൻ ഈ കുതിരയുമായിട്ട് രാജകുമാരിയുടെ അന്തഃപുരത്തിനടുത്തെത്തി. രാജകുമാരിയോട് കൂട്ടുകാരൊക്കെ അപ്പോൾ ചെന്ന് ഈ കുതിരയുടെ കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാജകുമാരി അന്തഃപുരത്തിൽ നിന്ന് ഈ കുതിരയെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. തിമ്മൻ്റെ കുതിരയെ കണ്ടപ്പോൾ രാജകുമാരി കുതിരപ്പുറത്ത് കയറണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ തിമ്മൻ പറഞ്ഞു, വരൂ രാജകുമാരി, കുതിരപ്പുറത്ത് കയറിക്കോളൂ. അങ്ങനെ രാജകുമാരിയെ കുതിരപ്പുറത്ത് കയറ്റി തിമ്മൻ നേരെ കിഴക്കോട്ട് പറന്നു. കുറേ ദൂരം പറന്നപ്പോൾ രാജകുമാരിക്ക് പേടിയായി. രാജകുമാരി തിമ്മനോട് ചോദിച്ചു, നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ? അപ്പോൾ തിമ്മൻ പറഞ്ഞു, അങ്ങൊന്നും പേടിക്കണ്ട, അങ്ങേക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനം കാണിക്കാൻ കൊണ്ടുപോകാം. അങ്ങനെ പറന്ന് തൻ്റെ രാജ്യത്തെത്തിയ തിമ്മൻ രാജകുമാരിയെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ ആനക്കൊമ്പിൻ്റെ കൂടിനുള്ളിൽ കിടക്കുന്ന പഞ്ചവർണ്ണ കിളിയെ തിമ്മൻ രാജകുമാരിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും രാജകുമാരിക്ക് വലിയ സന്തോഷമായി. തൻ്റെ പഞ്ചവർണ്ണ കിളി പോയിട്ട് തിരിച്ചു വരാഞ്ഞതിനാൽ രാജകുമാരി വലിയ വിഷമത്തിലായിരുന്നു. രാജകുമാരിയെ കണ്ട കിളിയാണെങ്കിൽ മനോഹരമായിട്ട് പാട്ട് പാടാനും തുടങ്ങി. ഈ പാട്ട് കേട്ട് രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഓടിയിറങ്ങി വന്നു. അപ്പോൾ തൻ്റെ പക്ഷി മനോഹരമായിട്ട് പാടുന്നതും അതിൻ്റെ ഉടമയായ രാജകുമാരി അത് കണ്ടുകൊണ്ട് അടുത്തിരിക്കുന്നതും രാജാവ് കണ്ടു. രാജാവിന് ഇത് വലിയ സന്തോഷമുണ്ടാക്കി. മാത്രമല്ല രാജാവ് ഈ രാജകുമാരിയെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. തിമ്മനെ തൻ്റെ സൈന്യാധിപനാക്കി മാറ്റുകയും ചെയ്തു. തിമ്മനിപ്പോൾ ഒരു പറക്കുന്ന കുതിരയും ഉണ്ട്. അത് ഒരു പുതിയ കാര്യമല്ലേ. തിമ്മൻ വളരെ മിടുക്കനാണ് എന്ന് രാജാവിന് ബോധ്യമാവുകയും ചെയ്തു. ഇത് ആർക്കിഷ്ടപ്പെട്ടില്ല? നമ്മുടെ മന്ത്രിക്ക് അസൂയ അടക്കാൻ പറ്റിയില്ല. കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാജ്ഞിക്ക്, അതായത് നമ്മുടെ പഞ്ചവർണ്ണ കിളിയുടെ ഉടമയായ രാജകുമാരിക്ക് അസുഖം വന്നു. വല്ലാത്തൊരസുഖം. ഏതൊക്കെ വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും അസുഖം മാറുന്നില്ല. വൈദ്യന്മാർ പറഞ്ഞു, രാജാവേ, ഈ അസുഖം രാജ്ഞിയുടെ ശരീരത്തിനല്ല മനസ്സിലാണ്. അവർക്കെന്തോ ദുഃഖമുണ്ട്, അത് മാറാതെ ഈ അസുഖം മാറില്ല. അപ്പോൾ രാജാവ് രാജകുമാരിയോട് എന്ന് ചോദിച്ചു, എന്താ നിനക്ക് ദുഃഖം? നീ എന്നോട് പറയൂ. രാജ്ഞി പറഞ്ഞില്ല, എനിക്ക് ദുഃഖമൊന്നുമില്ല. അപ്പോൾ മന്ത്രി അവിടെ വന്നു. മന്ത്രി രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങ് തിമ്മനോട് പറയൂ. തിമ്മൻ അറിയാമായിരിക്കുമല്ലോ ഈ ദുഃഖം മാറ്റാനുള്ള കാര്യങ്ങൾ. അവൻ വലിയ മിടുക്കനല്ലേ. നമ്മുടെ രാജ്ഞിയെ ഇവൻ ഏത് ദ്വീപിൽ നിന്നാണോ കൊണ്ടുവന്നത്, അവൻ അങ്ങോട്ടേക്ക് പോകട്ടെ. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഈ രാജ്ഞിയുടെ ദുഃഖം മാറാനുള്ള കാര്യം അവിടുന്ന് കിട്ടും. ഇത്തവണ മന്ത്രി വിചാരിച്ചത് ഈ രാജകുമാരിയെ ഒരു ദ്വീപിൽ നിന്ന് തിമ്മൻ തട്ടിക്കൊണ്ട് വന്നതല്ലേ, അങ്ങോട്ടേക്ക് വീണ്ടും തിമ്മനെ പറഞ്ഞു വിട്ടില്ല. അവരെല്ലാവരും കൂടെ തിമ്മനെ അങ്ങ് കൊന്നോളും, പിന്നെ അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നാണ്. അങ്ങനെ തിമ്മനെ ഈ ദ്വീപിലേക്ക് വിടാൻ തീരുമാനമായി. ഇക്കാര്യം രാജ്ഞി അറിഞ്ഞു. രാജ്ഞി ഉടൻ തന്നെ രാജാവിനെ വിളിച്ച് പറഞ്ഞു, തിമ്മനെ എൻ്റെ ദ്വീപിലേക്ക് വിടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹമൊന്നുമില്ല. എൻ്റെ പഞ്ചവർണ്ണക്കിളി എവിടെയോ അവിടെയാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടം. ഇനി എൻ്റെ രോഗത്തിൻ്റെ കാര്യം, എനിക്കൊരു ദുഃഖമുണ്ട്. എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. അവളെ ഒരിക്കൽ ദേഷ്യം വന്നപ്പോൾ ഞാൻ അറിയാതെ ശാപിച്ച് ഒരു തത്തയാക്കി കളഞ്ഞു. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ എൻ്റെ ദുഃഖം മാറിയേനെ. എനിക്ക് അവളെ ഓർത്തിട്ട് വലിയ പശ്ചാത്താപമുണ്ട്. രാജാവ് ഈ കാര്യം വന്ന് വീണ്ടും മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി പറഞ്ഞു, ഇത് തിമ്മനോടല്ല, നമ്മൾ മറ്റാരോട് പറയും? തിമ്മന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും. തിമ്മൻ വീണ്ടും കാട്ടിലെത്തി. ഇത്തവണ തിമ്മന് വളരെ വിഷമമുണ്ടായിരുന്നു. തത്തയോട് എങ്ങനെ പറയും? ഈ തത്ത തന്നെ എത്രയധികം സഹായിച്ചാണ് വീണ്ടും ആവശ്യങ്ങളുമായിട്ട് വരുന്നല്ലോ. അപ്പോൾ തത്ത പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ എന്നെയും കൊണ്ട് ആ കൊട്ടാരത്തിലേക്ക് പോകൂ. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം.
അങ്ങനെ തിമ്മനൊപ്പം തത്ത രാജകൊട്ടാരത്തിലേക്ക് പോയി. തിമ്മൻ്റെ ഒപ്പം എത്തിയ തത്തയെ കണ്ടതും രാജ്ഞി കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തത്തയാണെങ്കിൽ പറന്ന് അവളുടെ കയ്യിൽ ചെന്നിരുന്നു. രാജ്ഞി പറഞ്ഞു, ഞാൻ എൻ്റെ സുഹൃത്തിനെ അറിയാതെ ശപിച്ച് ഒരു തത്തയാക്കി പോയതാണ്. ആ തത്തയാണിത്. അതിനെ നെഞ്ചോട് ചേർത്ത് രാജ്ഞി ഒന്ന് പ്രാർത്ഥിച്ചതും അവളൊരു സുന്ദരിയായ പെൺകുട്ടിയായിട്ട് മാറി. രാജ്ഞി ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ നിന്നെ ഒരു തത്തയാക്കി മാറ്റിയതിന്. ആ സുന്ദരിയായ പെൺകുട്ടിയെ തിമ്മൻ വിവാഹം കഴിച്ചു. തിമ്മനെ രാജാവ് തൻ്റെ മന്ത്രിയായിട്ട് നിയമിക്കുകയും ചെയ്തു. തിമ്മൻ്റെ അടിക്കടി ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളിലും ഐശ്വര്യങ്ങളിലും അസൂയ തോന്നിയ മന്ത്രി അപ്പോൾ തന്നെ ആ നാട് വിട്ടങ്ങ് പോവുകയും ചെയ്തു. തിമ്മൻ തൻ്റെ ഭാര്യയോടൊപ്പം വളരെ കാലം സന്തോഷമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.